എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. വായനാ ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യൻ നഗരം? ഉത്തരം കോഴിക്കോട്. വായനാ വാരം ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം എല്ലാ വർഷവും ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? ഉത്തരം 2004 ജൂൺ 19. ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. MTക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം? ഉത്തരം 2025. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം PN പണിക്കർ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം JC ഡാനിയേൽ. ചെമ്മീൻ, കയർ എന്നീ നോവലുകൾ എഴുതിയതാര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഏത്? ഉത്തരം കണ്ടം വെച്ച കോട്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം VV അയ്യപ്പൻ. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഉത്തരം OV വിജയൻ. മലയാളം ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമേത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി
എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം അംഷി നാരായണപിള്ള. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏത്? ഉത്തരം തളിര്. ദൈവത്തിൻ്റെ പുസ്തകം എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം KP രാമനുണ്ണി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവ് ആര്? ഉത്തരം T പത്മനാഭൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോർജ് വർഗീസ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? ഉത്തരം നൃത്തം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ബാലമുരളി എന്നറിയപ്പെട്ടത്? ഉത്തരം ONV കുറുപ്പ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഉത്തരം ഇതാണെൻ്റെ പേര്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? ഉത്തരം വിഗതകുമാരൻ. ദേശീയ പത്രദിനം എന്ന്? ഉത്തരം നവംബർ 16.